വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാം റിസൾട്ട്സ് എന്ന് വന്നു. റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജസ്, ഫോൺ കോളുകൾ എന്ന് പറയുന്നത് ഒരു പേപ്പറിൽ മാത്രം പോയി എഴുതിയിട്ട് വീണ്ടും സപ്ലി കിട്ടി. രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ എഴുതിയതാണ്, അതിലും സപ്ലി. ഒറ്റ പേപ്പർ മാത്രമാണ് കിട്ടാനുള്ളൂ. സോ ഈ ഒരു പേപ്പറിൽ മാത്രമായിട്ട് ഇനി പാസ്സാകാൻ വല്ല സാധ്യതയുണ്ടോ? യൂണിവേഴ്സിറ്റി പരിഗണിക്കുമോ? ദെൻ വിളിക്കുന്നവരെല്ലാവരും പറയുന്നൊരു കാര്യം, ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, എൻ്റെ മാർക്ക് ഇങ്ങനെയല്ല, ഞാൻ എന്തായാലും പാസ്സാകേണ്ടതാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ മൊത്തം സബ്ജക്റ്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാനും സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്പർ 1, ഇപ്പോൾ റിസൾട്ട് വന്നു, ഒറ്റ പേപ്പറിൽ മാത്രം ഒരുപാട് പേര് പോയിട്ടുണ്ട്. ആ ഒരു പേപ്പറും കൂടിയും പാസ്സാകാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ അല്ലേ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയേനെ. നെക്സ്റ്റ് ഹയർ സ്റ്റഡി, അതുപോലെ തന്നെ ജോലി, ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു നിൽക്കുന്ന കുട്ടികളുടെ മുമ്പിൽ ഒരു പേപ്പർ തോറ്റത് കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടാണ്. അതുമാത്രമല്ല, ഒരു പ്രാവശ്യം സപ്ലൈ കിട്ടിയിട്ട് രണ്ടാമത് എഴുതി വീണ്ടും അതിൽ പോയിരിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ റൂള് ഞാൻ ആദ്യം പറയാം. നമ്പർ 1, നിങ്ങൾക്ക് സപ്ലി ലഭിച്ചാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് പറയുകയാണെങ്കിൽ റിവാലുവേഷൻ കൊടുക്കുക എന്നുള്ളൊരൊറ്റ കാര്യമാണ്. റിവാലുവേഷൻ കൊടുക്കുക. അപ്പോൾ കുട്ടികൾ ചോദിക്കും, റിവാലുവേഷൻ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അത് മാത്രമാണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ സാധിക്കുന്നത്. റിവാലുവേഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. റിവാലുവേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് കൂടും. ഇനി റിവാലുവേഷൻ കൊടുത്തു എന്നിട്ടും പോയിരിക്കുകയാണ്, ഒറ്റ പേപ്പർ മാത്രമാണ്. അപ്പോൾ കുട്ടികൾ ചോദിക്കും, വല്ല മോഡറേഷനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു പരിപാടിയും ഇപ്പോൾ യൂണിവേഴ്സിറ്റി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ സിസ്റ്റം. ആദ്യമൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങനെ മോഡറേഷൻ പരിപാടികളുണ്ട്. ബട്ട് ഇപ്പോൾ അങ്ങനെ മോഡറേഷൻ കൊടുക്കുന്ന പരിപാടി ഇല്ല. അവർ വാല്യുവേഷൻ്റെ സമയത്ത് തന്നെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത്ര മാർക്ക്, ഒരു പെർട്ടിക്കുലർ മാർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പാസ്സാകാൻ സാധ്യതയുള്ള ആൾക്കാരെ അങ്ങനെ ആദ്യം തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മാർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. റിസൾട്ട് വന്നിട്ട് മോഡറേഷൻ പരിപാടി കൊടുക്കുന്ന പരിപാടികൾ ഇപ്പോൾ കാണുന്നില്ല യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന്. സോ മോഡറേഷൻ കിട്ടി പാസ്സാകാനുള്ള വല്ല സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇനി അൺഒഫീഷ്യലായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഒറ്റ പേപ്പർ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ പോയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെന്നാണ്. ആദ്യമൊക്കെ ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയെ പോയിട്ട് റിക്വസ്റ്റ് കൊടുക്കാം, ഒറ്റ പേപ്പർ മാത്രമാണ്, അതുകൊണ്ട് തന്നെ പാസ്സാക്കി തരണം. ഒരു 5 മാർക്കിൻ്റെ ഉള്ളിലൊക്കെ അല്ലെങ്കിൽ വളരെ കുറച്ച് മാർക്കിനൊക്കെയാണ് പോയിട്ടുള്ളതെങ്കിൽ. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ പാസ്സാക്കി വിടാറുണ്ട്. ഇപ്പോഴും അങ്ങനെ കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, ബട്ട് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുമില്ല. അതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള, ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കിട്ടിയാൽ മേടിച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഉണ്ടാവില്ല, ഒരു ഉറപ്പില്ല. ശരിക്കും ഞാനിത് പറയാൻ പാടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ചിലർക്ക് കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് കിട്ടിയിട്ടില്ല, കൂടുതലും കിട്ടാത്തവരാണ്. ഇതിന് ഒരു ഉറപ്പും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പുകൾ പറയുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്പർ 1, റിവാലുവേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. റിവാലുവേഷൻ കൊടുത്തിട്ട് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇനി അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് വീണ്ടും എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഒറ്റ പേപ്പർ മാത്രം പോയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്തെങ്കിലും റിക്വസ്റ്റ്, കൺട്രോളർ ഓഫ് എക്സാമിനേഷന് റിക്വസ്റ്റ് കൊടുത്ത് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ മേടിക്കാം. അതിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. മോഡറേഷൻ പരിപാടി എന്ന് പറയുന്നത് ആദ്യത്തെ പോലെ ഇപ്പോൾ ഇല്ല. റിസൾട്ടിന് മുമ്പ് തന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഇപ്പോൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ റിക്വസ്റ്റ് കൊടുത്ത് കിട്ടുകയാണെങ്കിൽ മേടിക്കാം. ഞാനത് 2-3 പ്രാവശ്യം വീണ്ടും പറയാണ്, ഇത് അൺഒഫീഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഉറപ്പും ഇതിന് നമുക്ക് പറയാനില്ല കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എഴുതുക. ജസ്റ്റ് ഒരു പാസ്സാകലല്ല, നല്ല മാർക്കിലോട്ട് എത്തലാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, എയിം. അപ്പോൾ എന്തായാലും വന്നു, ഒരു പേപ്പർ പോയി എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കരുത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.